Hi friends, welcome to SIMNAS notebook. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ചില്ലി സോയയാണ്. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ചില്ലി സോയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാമോളം സോയ ചങ്ക്സ് 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തു. അപ്പം നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട്. ആ സോയ ചങ്ക്സ് ഇതുപോലൊരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതായത് കാരണം ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. ഇത് വെന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോയ ചങ്ക്സിൽ ഉപ്പ് പിടിക്കൂല. അപ്പോൾ ഈ സമയത്ത് തന്നെ ചേർത്താൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഇത് വെന്ത് കുഴയരുത്, ഒരു 80-90% വെന്താൽ മതി. അപ്പോൾ ഓരോ സോയ ചങ്ക്സിൻ്റെയും വേവ് വ്യത്യാസമായിരിക്കും. എൻ്റെ ചെറിയ സോയ ചങ്ക്സ് ആട്ടോ ഉള്ളത്, വലുതാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഓരോ സോയ ചങ്ക്സും പിഴിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ സോയ ചങ്ക്സും പിഴിഞ്ഞ് അതിലെ വെള്ളത്തിലൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തതാണിത്. ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഇനി ഒരു അല്പം ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കോൺഫ്ലോർ ആണ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മൈദയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, പുളി കുറഞ്ഞ തൈര് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിക്കുമ്പോഴാട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ തൈര് ഇതിലേക്കെല്ലാം ഒഴിച്ചു. അങ്ങനെ തൈര് നമ്മൾ 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, എങ്കിലേ ഈ സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടികളും ഇതെല്ലാം കൂടി പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കുവാണ്. അങ്ങനെ കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് ഇതിൽ കയറി പിടിച്ചോളും. അങ്ങനെ മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയത്തേക്ക് ഒരു പാൻ ഞാൻ എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്, ഈ സോയ ചങ്ക്സ് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എത്രമാത്രം ഓയിൽ ഒഴിക്കുന്നോ അത്രയും ഓയിൽ ലാസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും. അധികം ഓയിലി സോയ ചങ്ക്സ് വലിച്ചെടുക്കൂല. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി. നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയതാണല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് ഏതാണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വെന്ത് വരില്ല, ഇതിൻ്റെ പുറം ഭാഗം മാത്രം മൊരിഞ്ഞ് കിട്ടും, ഉൾവശം അങ്ങനെ വേവിച്ചതാണ്, എന്നാൽ ആ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എപ്പോഴും നമുക്കൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ചെയ്യണം. അപ്പം ഞാൻ സോയ ചങ്ക്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഏതാണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണ്ട. ഇത് ഈ പറയുന്ന പോലെ ഒരു 70% നമുക്കൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഈ പരുവമൊക്കെ, ഇതിലും ഒരല്പം കൂടി ഒന്ന് വെന്ത് വരണം, കാരണം ഇതിന് വേവുള്ളതാണ്, നമ്മൾ കുറച്ച് വേവിച്ചതാണ്. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ സോയ ചങ്ക്സും നമ്മൾ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാൻ പോവാണ്. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഓയിൽ ബാക്കി അതിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ എരിവിനനുസരിച്ച്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സവാള ക്യൂബ് പോലെ കട്ട് ചെയ്തത്, സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതും വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റാം. അപ്പോൾ ഇതിൻ്റെ നിറം അധികം പോവില്ല, പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും.
അപ്പോൾ നമ്മൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്ക് ക്യാപ്സിക്കം, ഏത് കളറുമുള്ള ഒരു ക്യാപ്സിക്കം ഞാൻ ഇങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. എന്നിട്ട് നമുക്ക് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഓയിലിൽ കിടന്ന് ഇതെല്ലാം വഴണ്ട് വരട്ടെ. ഇനി കുറച്ച് തക്കാളി, ഞാൻ ഒരു തക്കാളി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ, നമുക്കറിയാമല്ലോ ഒരു മണം വരുമല്ലോ, അതുവരെ വഴറ്റി കഴിയുമ്പം ഞാൻ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഞാനിതിലേക്ക് ഒഴിക്കുന്ന 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ്. 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കണം. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പം ആ ഒരു മണം വരൂലേ, വെന്തെന്ന് നമുക്ക് മനസ്സിലാവും. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ട് വരുമ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഈ സോയാ ചങ്ക്സ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സോയാ ചങ്ക്സുമായിട്ട് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾസും സോയാ ചങ്ക്സും എല്ലാം കൂടി ഒന്ന് മിക്സായി വെന്ത് വരുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കാം. എനിക്ക് പിന്നെ ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അതാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതെല്ലാം മിക്സാക്കി എടുക്കാം. അപ്പം ഏതാണ്ട് നമ്മുടെ ചില്ലി സോയ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ പച്ചമുളകും അതുപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം കൂടെ ചേർന്ന് ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നതുമാണ്. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് പ്രയാസമൊന്നുമില്ല. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.